സെലിയെ എന്ത് ശുക്കൂർക്ക എന്താ വിശേഷം? നല്ല വിശേഷം. എടി പണ്ടാറക്കാലത്ത് സെലീനജ് ഇവിടെ എത്തിയില്ലേ? അന്നെ കൂടെ ഒരു സ്വസ്ഥത ഇല്ലല്ലോ. നിങ്ങൾ വരിക്ക് വരി, നിങ്ങൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഓട് കൊഞ്ചാൻ നിൽക്കണല്ലേ? വീട്ടിക്ക് വരാ കാണിച്ച നിങ്ങൾ അടുപ്പുറം ഞാൻ പൊളിച്ചു. ലുക്മാന്റെ ഒരു കെട്ടുണ്ട് ആരെങ്കിലും ഹനുമാന്റെ ആവും. ശരിക്കും ഒരു പാത്തൂനെയും ഷുക്കൂറിനെയും കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യാം, നോക്കുക. മക്കളെ ടൂർ ക്യാൻസൽ ചെയ്തോളി, വല്യപ്പ വീണിക്കണ്. ടൂർ വേണ്ടല്ലേ വലിയ വീണാലടി. അല്ലാ ഇറങ്ങിക്കോളി, എല്ലാരും ഇറങ്ങിക്കോളി. ടൂർ ക്യാൻസൽ ആക്കി എല്ലാരും ഇറങ്ങിക്കോളി. ഞാൻ ഇറങ്ങണില്ല, നിങ്ങൾ അങ്ങോട്ട് പോണേ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. വെല്ലിപ്പാൻ നല്ലിടാൻ പറ്റ പാടെ എനിക്ക് അറിയുള്ളൂ. വണ്ടി ഇരിക്കാൻ മതി. ഇനി നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അയ്യത്ത് ഞാൻ എടുക്കോ. ശരിക്കും ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ റോൾ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള റോളാണ്. 4 പെങ്ങന്മാര്, പൂവാല ശല്യം അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട്. പൂവാലന്മാർ ഏതായാലും പൂവാലന്മാർ ഞാൻ നേരത്തെ കല്യാണം ചെയ്യണം. എത്ര വയസ്സില്? 18 വയസ്സ് കഴിഞ്ഞ നിക്കായി. 18 വയസ്സിൽ ഞാന് അതാണ് എന്റെ അവസ്ഥ. സത്യം ബുദ്ധി ഇല്ലാത്ത പ്രായം. ഇപ്പഴും ബുദ്ധി കുറവാണ്, എന്നാലും അന്ന് തീരല്ല. അത് വിടി. പക്ഷേ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് ഏത് നേരത്തെ മെസ്സേജ് അയച്ചു പോകണ്ടേ? ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടാണ്. ഏത് ഫ്രണ്ടേ? എനിക്കറിയോക്ക് മെസ്സേജ് അയക്കാന്. എടി ഒരുമ്പട്ടോളെ പഹയത്തി പണ്ടാറ കാലത്ത് എഞ്ഞിത്തിച്ചിങ്ങടി ഫോണിക്ക് മെസ്സേജ് അയച്ചാണ്ടല്ലോ, അന്റെ 2 കയ്യും ഞാൻ വെട്ടും. എനിക്ക് തോണ്ടാനേ ആ വിരലുണ്ടാവൂല. അന്യം കൊല്ലും, അന്റെ പുതിയാപ്പള്ളി ഞാൻ കൊല്ലുടി ഒരുമ്പട്ടോളെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ ഐനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ള 2 ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഷുക്കൂറും പാത്തു തന്നെ പറയാ അല്ലേ? വെൽക്കം ചെയ്യാ ഷുക്കൂർ, പാത്തു. ശരിക്കും നിങ്ങളുടെ പേരില്ലേ, ഇപ്പോ നിഷാമാണ്, പിന്നെ ഷഫ്ന ആണ്. പക്ഷെ അത് നമുക്ക് ഇഷ്ടമില്ല. നിങ്ങൾ ഈ പാത്തു ഷുക്കൂർ അത് തന്നെ ആവണം. എങ്ങനെയാ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഷുക്കൂർ പാത്തു എന്ന് ആരെയും വിളിക്കാറുണ്ടോ? പാത്തു അതെന്നെ വിളിക്കലുള്ളൂ. ഇപ്പൊ എന്റെ പേര് നിഷാമ, ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ വൈഫ് അടക്കം തന്നെ ഷുക്കൂർക്ക അങ്ങനെ വിളിക്കാറ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇയാൾക്ക് എവിടെയോ ഒരു ലുക്മാന്റെ ഛായകാച്ചിലുണ്ട്. സീരിയസ്ലി ലുക്മാന്റെ ഒരു കെട്ടുണ്ട്. ആരെങ്കിലും ഹനുമാന്റെ ആവും. ഞാൻ ഒരു സമയം പാത്തുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ നോക്കിയ സമയത്ത് പാത്തു വളരെ സൈലന്റ് ആണ്. ഞാൻ പറയാം, എനിക്ക് ഒട്ടും അങ്ങോട്ടേക്ക് റെഡി ആവുന്നില്ല, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ടെൻഷൻ ഉണ്ട്. ഓക്കെ ആണോ? എന്തായാലും ഞാൻ കേക്കട്ടെ, ഒരു ചേട്ടൻ ചേച്ചിയല്ലേ അല്ലേ, ഒരു ആങ്ങള പെങ്ങൾ, ആ ഒരു ബന്ധമാണ് ഇപ്പൊ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്ര പ്രായമൊന്നുമില്ല, ഭയങ്കര യങ് ആണ്. നമ്മൾ ശരിക്കും കാണുന്നതിനേക്കാളും ഭയങ്കര യങ് ആണ്, ഭയങ്കര സുന്ദരിയാണ്. പുള്ളിനെ ലുക്മാൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഞാൻ ഇവിടെ പറയണ്ടേ, അല്ലെ എന്നോട് പിണങ്ങും. ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെങ്ങളെ ഭാര്യയാക്കാം എന്നുള്ള ഒരു ചിന്ത വരുന്നത്? വീഡിയോ ഒന്ന് ചെയ്തോക്ക്. ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ. ഞാൻ നിങ്ങളെ കാണുന്ന ഒരു വീഡിയോ, ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു വീഡിയോ ആണ്. അതിലാണ് ഞാൻ നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുന്നത് കേട്ടോ. ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ പണ്ടറക്കാലം ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്യും. എത്ര പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞു തുടച്ചോണ്ട് ചവിട്ടരുത്. ഇന്ന് ഞാൻ സീനാളെ വെച്ചത്. നാളെ നീ ഇതേപോലെ ആവർത്തിച്ചിട്ടുണ്ട് ഞാൻ കക്കൂസ് പണികളെ തല മുക്കും. മോനെ സപ്രമഞ്ചി കിടക്കണ നിങ്ങളെ പെങ്ങളല്ല ഇവിടെ അടിച്ചേരിയത്. ഞാനാ ഇവിടെ അടിച്ചേരിക്കണെങ്കിൽ കാലിന് ത്രികാലിന് നൽകിക്കണേ. അയൽവാസി പറ്റില്ല എന്നാ ഉള്ളത് മുഴുവൻ അങ്ങോട്ട് എറിയും ചെയ്യും. ആ
തുടച്ചോടത്ത് മുഴുവൻ ചെരുപ്പിട്ട് കേറിയില്ല കുട്ടി. നിങ്ങളെ പെങ്ങന്മാരെ കുട്ടികളെ കൊണ്ട് പക്ഷെ ഇടങ്ങാറായിക്കണേ. എന്റെ പാത്തു ആ ചെറിയ കുട്ടികളല്ലേ. ഞാൻ ഇവിടുത്തെ വേലക്കാരത്തൊന്നുമല്ല. കെട്ടിക്കൊണ്ട അന്ന് തുടങ്ങിക്കണ മനുഷ്യൻ ഇവിടെ തുടച്ചാന്നാക്കാൻ തുടങ്ങി. ആഴ്ച നിങ്ങളെ പെങ്ങള് വരും മാറ്റി ഒരുങ്ങിക്കാണ്ട് ഇവിടെ വന്ന് കണ്ട് 24 മണിക്ക് കിടന്നുറങ്ങും. 9 മണിക്കുള്ള രാവിലെ നീച്ചോളൂ. ഒരു ഇലാപ്പിലും കൂടി എടുത്തേക്കൂല്ലോ. ഓളെ കുട്ടികളെ ചന്ത് വരെ ഞങ്ങൾക്ക് എഴുതി കൊടുക്കണം. ഒക്കത്തിൽ വിഷം കൊടുത്താൻ കൊല്ലോ, കൂട്ടത്തിൽ ഇങ്ങളിങ്ങാൻ കൊല്ലും. ഞാൻ ചോദിക്കട്ടെ, റിയൽ ലൈഫിൽ പെങ്ങളാണ് അല്ലേ, ഒരു ഭാര്യയുണ്ട്. എപ്പോഴെങ്കിലും ഭാര്യക്ക് ഇങ്ങനെ പറയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും എപ്പോഴെങ്കിലും ഭാര്യ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടോ? ഇല്ല. ലാസ്റ്റ് ഉള്ള വീഡിയോ ഉണ്ടല്ലോ, മൊബൈൽ യൂസ് ചെയ്യുന്നത്, അത് ഭാര്യ ചെയ്യണം ചെയ്തിട്ട് അത് ഇട്ട അവസ്ഥ തന്നെ. ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും ഷോട്ടും കാര്യം വെച്ച് കിടന്നുറങ്ങുമ്പോഴൊക്കെ 1 മണി 2 മണിയാവും. അയാൾ കിടന്നുറങ്ങണ്ടാവും, ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഫുൾ ടൈം അതാണ്. അപ്പോ അയാൾ പറഞ്ഞു ആ വീഡിയോ മാത്രമാണ് എനിക്ക് അതിൽ കമന്റ് ഒക്കെ ചെയ്ത് മാത്രം ചെയ്തിട്ടുള്ള അയാള്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇത് പറയാണ്ട്. അതെന്താന്നറിയോ, കാര്യമായി ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ അമ്മായിമ്മക്ക് ഒരു പണി കൊടുക്കണമെങ്കിൽ പെങ്ങൾക്ക് ഒരു പണി കൊടുക്കണമെങ്കിലൊക്കെ നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഷെയർ ചെയ്യുന്നവരുണ്ടെന്ന്. അപ്പൊ ഞാൻ കരുതി ഇത് റിയൽ ലൈഫിൽ പെങ്ങളായതുകൊണ്ട് ഭാര്യ എന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. അത് ഒന്നാമത്തെ ഭാര്യന്റെ അമ്മായിന്റെ മോളാണ്. അപ്പൊ അവര് ചെറുപ്പത്തിൽ കാണുന്ന ആളുകളല്ലേ, ഒരുമിച്ച് ചെറുപ്പമായിട്ട് ഒരുമിച്ചില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ശരിക്കും എങ്ങനെയാണ് പാത്തൂനെ തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാം എന്ന ആരുടെ ഐഡിയ? ഇവള് അപ്പൊ സാധാരണ എന്റെ വിളിക്കുന്ന വീട്ടിൽ നിന്ന് പറയുന്നവരാണ് മഞ്ഞ ശുക്കൂറേ പിന്നെ ഇടയ്ക്ക് വിളിക്കുന്നതാണ്. അപ്പൊ ഈ പാത്തൂന്നപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു എന്താ പറയാ, ഞങ്ങളുടെ ടീം ബോയ്സിന്റെ ടീം ഉണ്ടായിരുന്നു. ആ ബോയ്സിന്റെ ടീം വരാതായപ്പോൾ ഇവളതിലേക്ക് ആഡ് ചെയ്തതാണ്. ജസ്റ്റ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് അങ്ങനെ അയാൾ കൂടിയപ്പോൾ സാധനം വേറെ ലെവലിക്കാണ് പോയത്. നമ്മളൊന്നും അല്ലാതെ പോയില്ല. പാത്തുവാണ് ആ വ്ളോഗിന്റെ ഐശ്വര്യം അല്ലേ? പാത്തു ഉണ്ടായതുകൊണ്ടാണ് ആ വീഡിയോ ശരിക്കും ഇത്ര മാത്രം കേറുന്നത്. എല്ലാം കൊണ്ട് മാറ്റം പാത്രം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിനും ഞങ്ങളുടെ ടീമിനും മൊത്തത്തില് ആളുകളെ മുമ്പ് എത്തിപ്പെടാൻ പറ്റിയത് പാത്രം കൊണ്ടാണ്. ശരിക്കും നമുക്ക് വളരെ ഒരു ഷോക്കിംഗ് ആയിരുന്നു സഹോദരിയാണ് എന്ന് അറിഞ്ഞതില് അല്ലേ? ശരിക്കും നമ്മള് ഭാര്യയാണ് എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് എല്ലാവരെയും ഒരു ഇത് വരാറുണ്ട്? ഇപ്പൊ ആളുകള് ഇഷ്ടംപോലെ എവിടെ പാർക്കിൽ പോയാലും ബീച്ചിൽ പോയാലൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് ഭാര്യയുടെ. എല്ലാവരും ഞാൻ ഭാര്യയില്ല, എന്റെ സിസ്റ്ററാണ്. സിസ്റ്ററാണോ അങ്ങനെയൊക്കെ. പിന്നീട് അപ്പോഴേ മനസ്സിലാവുന്നത് ഭയങ്കര ഫാനാണ്. പാത്തുവിന് ഭയങ്കര ഫാൻസ് ബേസ് ഉണ്ട്. എത്രമാത്രം ആരാധകരാ. ഈ ഡയലോഗ് ഒക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഭയങ്കര രസമാണ്. ഒരു നോൺ സ്റ്റോപ്പ് ഇല്ലാത്ത പറച്ചില്ല അല്ലെ? അതും എന്തൊക്കെ ഉപമകളാ ഈ പഴയ വയസ്സായ ആളുകളൊക്കെ. നമ്മളെ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങൾ കേൾക്കുന്ന സാധാരണ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മൊത്തം നമ്മൾ ചേർത്ത് കണ്ടാണ് ഈ ഡയലോഗ് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പൊ ഞാൻ ഓരോ സംഭവം വീക്ഷിച്ചു കണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് കാണിച്ചു കൊടുക്കുവാ. അപ്പൊ പറഞ്ഞു കൊടുക്കൂല, സ്പോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഇവളെ ഹസ്ബൻഡ് ഉണ്ട് സുഹേലിക്ക ഞാൻ ഡിസ്കസ് ചെയ്ത് കണ്ടാണ് എന്നെ പറ്റും ഓക്കെ പറഞ്ഞിട്ടുള്ള ചെയ്യല്. ഇപ്പൊ നമുക്കൊന്ന് ഇപ്പൊ ശരിക്കും ഒരു പാത്തൂനെയും ഷുക്കൂറിനെയും കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യാം, നമുക്ക് ലൈവായിട്ട് കാണണം. അതൊക്കെ വരൂല. അത് വരണം പ്ലീസ്. എങ്ങനെയാ ഒന്ന് വരുത്താത്? വേണേ ഞാൻ സെലിയേറ്റ് ആവാം, നിങ്ങൾ എന്നെ കൊട്ടിക്കോ, എനിക്ക് കുഴപ്പമില്ല. എന്ത് ഷുക്കൂർക്കാ? നല്ല വിശേഷം. എടി പണ്ടാറക്കാലത്ത് സെലീനജ് പടി എത്തിയില്ലേ? അന്നെ കൂടെ ഒരു സ്വസ്ഥത ഇല്ലല്ലോ. നിങ്ങൾ വരിക്ക് വരി സ്റ്റുഡിയോയിൽ വന്നിട്ട് ഓട് കൊഞ്ചാൻ നിൽക്കണല്ലേ? വീട്ടിക്ക് വരാൻ കാണിച്ചു നടുപ്പുറം ഞാൻ പൊളിച്ചു. അതല്ല അതിനപ്പുറവും വരുന്നതാണ് പാത്തു. പാത്തുന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പത്തുനൊന്നും വയ്യ അല്ലേ? പത്തുന് ചുമയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ സെലിയായിട്ട് എങ്ങനെയുണ്ടായിരുന്നു അത് പറയണം നിങ്ങൾ. എനിക്ക് ഇഷ്ടായി. ഇഷ്ടായോ? അടുത്തേലും ഞാൻ വരട്ടെ ഇടയക്കൂടെ. അപ്പൊ നിങ്ങൾ ശരിക്കും എന്താ പറയാ ഷൂട്ട് എടുക്കുന്ന ചിലപ്പോ ഒരു വലിയ ഡയലോഗാണ്, ഡയലോഗുകൾ തെറ്റാം അല്ലേ? അങ്ങനെ തെറ്റി വരുമ്പോ അനിയനാണ് അങ്ങനെയൊക്കെ പറയുമ്പോ എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു സമയത്തുള്ള ആ ഒരു കെമിസ്ട്രി എങ്ങനെയാ? നല്ല പ്രഷർ തന്നെയാണ്. നല്ല ദേഷ്യപ്പെടും ചിലപ്പോ ഓക്കെ കുഴപ്പമില്ല, ഡയലോഗ് തെറ്റിക്കോട്ടെ, ടെൻഷൻ ആവണ്ട. നമ്മള് 3 ലൈൻ 4 ലൈനുകളൊക്കെ പോകും.
ചെറിയത് പെട്ടെന്ന് കിട്ടൂല, മറക്കും, മറന്നു പോകും. അപ്പൊ എനിക്ക് ശരിക്കും കയറും. കാരണം അത്രയും എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും ഈ കാട്ടിക്കൂട്ടിൽ ചെറിയ ഡയലോഗ് ചിലപ്പോ കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് പേര് കാണാൻ വരുന്നു ആൾക്കാരുണ്ട്. അപ്പൊ അവര് മുമ്പൊക്കെ ചെറിയ ഡയലോഗ് മറന്നു പോകുമ്പോ സിനിമ തന്നെ അല്ലേ, സിനിമ ഷൂട്ടിംഗ് അല്ലേ, അതായത് കുറെ ആളുകൾ കാണാൻ ആളുകള് കാരണം ഇവള് മൊത്തം അറിഞ്ഞിട്ടില്ല. അപ്പൊ ആളുകള് ഈ സൗണ്ട് കേട്ടാൽ ഒരുപാട് ആൾക്കാർ വരും. ഞങ്ങൾ ഒച്ച കേട്ട് മനസ്സിലാക്കി കണ്ടു വരുമല്ലോ, പാത്തുവിന്റെ സൗണ്ട് കേട്ടിട്ട് പാത്തുവിനെ കാണാതെ പാത്തുവിന്റെ സൗണ്ട് കേട്ടിട്ട് ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് നോക്കിട്ട് കേക്കട്ടെ. നമ്മള് വളകൊത്തുന്നല്ലേ കോട്ടക്കൽ ഷൂട്ടിൽ പോയിരുന്ന സമയത്ത് പുതുപ്പറം കോട്ടക്കൽ പുതുപ്പറം പറഞ്ഞ സ്ഥലത്ത് ഷൂട്ടിങ് പോയിരുന്നു. അപ്പൊ പറമ്പില് ഷൂട്ട് നടന്നിട്ടുണ്ട്. അത് അവിടുന്ന് ഒരു അതിൽ ഏതിനാ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഗിഫ്റ്റ് കൊടുക്കുന്ന കഥ ഉണ്ട്. ഗിഫ്റ്റ് കിണ്ടിയേറ്റ് കൊടുക്കുന്ന കഥ ഉണ്ട്. അതിന്റെ അങ്ങനെ സ്റ്റോറി ഉണ്ട്. അപ്പൊ അതിന്റെ ഇത് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പറമ്പെന്ന് ചെയ്തു. അങ്ങനെ സൗണ്ട് കേട്ട് കണ്ടാണ് കുറെ ചേച്ചിമാര് താത്തമാരൊക്കെ ഒന്ന് കണ്ട് ഭയങ്കര ആവേശം ഫോട്ടോ ഒക്കെ എടുത്ത് അവരൊക്കെ റേഞ്ച് മാറി കളിച്ചിരുന്ന അവള്. പക്ഷെ നിങ്ങക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ പെങ്ങളെ തന്നെ ചൂസ് ചെയ്തത് വളരെ നല്ലതല്ലേ? എല്ലാം കൊണ്ടും കാരണം എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന പൈസ ഷെയർ ചെയ്ത് കൊടുക്കാൻ സുഖമാണ് അല്ലേ? ഒരു അത് ഓക്കെ. പൈസ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങള് ഒന്നാമത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ ഒരുമിച്ച് അഭിനയിച്ച അത്രയും മിങ്കിളായ ഫ്രണ്ട്സുകൾ വരെ മാറി ഒന്ന് പോയിട്ടുണ്ട്. ഇവർക്കും ഭയങ്കര ഡിമാൻഡ് ആയിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലും വാടി വലിച്ചു കൊണ്ടുകൊണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് അതേപോലെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ വരുന്നത്. നാളെ ലാസ്റ്റ് വർക്കിന് ഇവളും സെലിം കൂടി ഫുൾ ഫൈറ്റ് ആയിരുന്നു. ഞങ്ങൾ ഷൂട്ടില്ല അങ്ങനെ പറഞ്ഞു. രണ്ടാളും തലേ ദിവസം പിണങ്ങിയിട്ടുണ്ട്. സീരിയസ്ലി അനിയത്തിമാർ തമ്മിൽ ഏട്ടത്തി എന്തിനാ അതിപ്പോ എന്താ തലേ ദിവസത്തെ കല്യാണത്തിന് പരിപാടി ഒരു പെൺകുട്ടി അവിടെ വിളിച്ച് ശരിക്കും ഇവള് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ മോളായിട്ട് ഇങ്ങനെ നടക്കണം. ഒരു മോള് കരഞ്ഞിങ്ങാണ്ട് എടുക്കുന്ന വായിക്കാണ്. എന്റെ മൈൻഡ് മൊത്തം അതിലാ. അപ്പൊ പറഞ്ഞു എന്നെ കൊറേ വിളിച്ച് എനിക്ക് ജാടയാണ് തിരിഞ്ഞ ഞാൻ എപ്പോ വിളിച്ചു ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. സീരിയസ് ആയി അങ്ങനെ കേറി കേറി ജാടാണപ്പോക്ക് പറ്റിയില്ല. അപ്പൊ രണ്ടാളും കൂടി ഭയങ്കര ഫൈറ്റ്. പിന്നെ ഞാൻ എനിക്ക് ഷൂട്ടിന് വേണ്ടിട്ട് ഒക്കെ റെഡിയാക്കി ഞാനിപ്പോ ഇനി ഞാനിവിടെ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടാളും ഒരു ഉറപ്പാണ്. അങ്ങനല്ല, അന്ന് ഷൂട്ട് നിർത്തി വെക്കുന്ന കരുതിയിരുന്നത്. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി കറങ്ങി വന്നപ്പോ പിന്നെ രണ്ടാളും ഇങ്ങനെ സെറ്റ് ആയിക്കണ്. ഈ ഉമ്മാരെ ഒതുക്കിയതാണോ അതാണ് സംഭവം, എന്താ അറിയില്ല. കാരണം അത്രയും റിസ്ക് എടുത്ത് ഞാനും ഓരോ ഗ്യാപ്പ് വരുന്നല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ വന്ന പാടിനെ കാർ കയറിയാണ് ഒരുമിച്ച് പോയി വർക്ക് ചെയ്ത്. ആ ലാസ്റ്റ് ഈ മതിൽ കാണുന്നില്ല, മതിലിനെ കൂടി നോക്കുന്നുണ്ടല്ലോ ലാസ്റ്റ് വീഡിയോ. പോത്തിന്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ പോകുന്നത് സംഭവം. അതിനാണ് തല്ലായത്. നമ്മള് നാട്ടുകാരെ ഒരു അടിച്ച് തല്ലുണ്ടാക്കി പിരിഞ്ഞൊരു വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലേ. തിരുമ്പി ഇതും തേഞ്ഞ് എന്റെ ഊരും തേഞ്ഞ് എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. എന്റെ കാര്യം അങ്ങനെയല്ല. പക്ഷെ അവല് സുബിക്ക് നീച്ചിക്കാൻ തുടങ്ങും പണി. എന്നിട്ട് നട്ടപാത്രം വരെ പണി തന്നെ. ചക്കുന്തിന്റെ കൈതനമായിരിക്കും. ഓ അതൊന്ന് ഉണക്കസ്രാവാ. പക്ഷെ ഇത് കാണുന്നതിന് ഈറാണിത്. പിരാന്തിന്റെ മേലെ പിരാന്താവാണ് ഒലക്കത് വലിച്ചിട്ട് അത് എടുത്തിട്ടൂടെ മടുത്തുക്കണേ. എന്നും നേരം പറ്റാ ഈ പെരയിൽ തന്നെയല്ലേ പണി ഇല്ലാന്ന്. അല്ലെന്ന് കൈജാനെ വലിയ മുടാഴ്ചയിലല്ലേ ഈ അതാ പോത്തിന് ആസറ പോത്തിനാക്കാൻ. ഞാൻ പോയിക്കാൻ അങ്ങോട്ട് അർത്താലോ നാസറ വെറുതെ തിരിഞ്ഞളിച്ചു. ഓൻ പണ്ടേ തിരിഞ്ഞളിച്ചുകൊണ്ടല്ലോ. എടാ നാക്കാലിമോറ് നാസറ പോത്തിന് ഇന്നെങ്കിലും നടക്കുവാ. നാക്കാലിമോർ എന്റെ സുക്കൂറൊക്കെ എവിടെങ്കിലും അറിവുണ്ടായിരുമ്പോ ചട്ടി കലയിട്ടുണ്ട് വരും. എനിക്ക് ലോറിൽ ചാണ് വന്നൂടേനാ. ഓന്റെ വർത്താനം കേട്ടാ വിചാരിച്ചു ഓന്റെ പോത്താന്ന്. കൈജാന്റെ പോത്തല്ലേ എനിക്കറിയാം എന്താ മാണ്ടിന്ന്. ശുക്കൂറാക്കാനെ വിളിച്ചാ അതാ നല്ലത്. കൈജാന്റെ വരുന്ന പോത്ത് ഇത് ഫുള്ള് എല്ലുമുട്ടിയാണല്ലോ. അവിടെ സോമാലിന്ന് കൊടുന്ന പോത്തിനെ അർത്തിനത് ഇതുപോലെ പെട്ടെന്ന് ചോദിച്ചൂടെ? ആരെന്റെ പേര് പോത്തിനർത്ഥ കാട്ടുപടക്കം തിന്നെ നെഞ്ചത്ത് അല്ല പോത്ത് ഷെരീഫ പോത്തിനെ അർത്തിക്കണല്ലേ പല്ലിനെ അർത്തിക്കണത് മൊത്തം എല്ലാണല്ലോ. പക്ഷെ പല്ല് പോയോടോ പൊന്നാന്റെ പാത്തോ എല്ലാവർക്കും കൊടുക്കണ മാതിരി എനിക്കും തന്നിട്ടുണ്ട്. ആഹാ അപ്പൊ നാട്ടുകാർക്ക് മൊത്തം എല്ലാ വാരി കൊടുത്തിക്കണത്. ഞങ്ങൾ നായിക്കളോ അത് നക്കി കുത്തർക്കാന്? ചില നായ് സ്വഭാവമുള്ളവർക്ക് എല്ലാം വാരി കൊടുക്കുന്നത്. അല്ല ഷെരീഫ എനിക്ക് ബനല്ലാതെ വേറെ ആരും കെട്ടിയില്ല.
ഇങ്ങ പിന്നെ കാണുമ്പോ തന്നെ മുഹറം മാസം മറിഞ്ഞു കാണ്ടമാർക്കാണ് 4 കുറുണ്ടായിട്ട് ഒരു കുറിയെങ്കിലും എനിക്ക് തന്നേ. നാളെണ്ണം കൊടുക്കാതെ കോയിക്കാലല്ലോ പോത്തുകാലല്ലേ. ഈ പോത്തിന് ഇറക്കാൻ പകരം ഇവനെ ഇറത്തിക്കണ ഒരു മഹലിക്കുള്ള ഇറച്ചി കഴിഞ്ഞു. അന്നും കൂടിയും കൂട്ടി ഇറക്കണേ 2 മല്ലിക്കുള്ള ഇറച്ചി ഇട്ടീനല്ലോ. ഇത് കുറച്ച് പെട്ടിരിച്ചെടുത്തിട്ട് എനിക്ക് വെട്ടറിച്ച് ഔത്തറിച്ചൊന്നുമില്ല. മനെ കുറച്ച് തലച്ചോറ. അന്റെ തലച്ചോറാണെങ്കിൽ എനിക്ക് വേണ്ട, പോത്തിന് തലച്ചോറാണെങ്കിൽ കുറച്ചും കൂടി കൊണ്ടോ. തേങ്ങയില്ല, തേങ്ങാച്ചോറില്ല, ചെലക്കാ പോയോ. കുറെ നേരം ചെൽപ്പെട്ടന്മാർക്ക് ചലിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ ഊരന് നെടുമുള്ള ഞാൻ മുറിച്ചു നിൽക്കുന്നേ. അന്റെ പാത്തൂര് പോത്ത് കിട്ടിയിട്ട് ഇളകിക്കണു. ഞാൻ അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുവാ. കല്ലെടുത്തറി ഞാന് ഇങ്ങോട്ട് ഇറങ്ങടാ. തീരാൻ തുറിച്ച പോത്തിനെ ഞാൻ മെരുക്കാണ്. അന്നെ മെരുക്കൊണ്ട് കൊണ്ടാവൂല പാത്തോ. ആരെങ്കിലും പെക്കാണ്ടാ സുക്കൂറിനെ വിളിച്ചോണ്ടി. സുക്കൂറേ, സുക്കൂറേ. പാത്തോ ഇറങ്ങേ നാസൊന്നും കാട്ടണ്ട. എനിക്ക് പോത്തിറച്ചി തിന്നാ പോരെ, അതിൽ വരാനുണ്ട്. ഇതിന്റെ കാട്ടിക്കേ എന്നാ വളർത്തേ തിന്നേ എന്റെയും കാട്ടി. ഈ പോത്ത് തന്നെ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ നോക്കുന്നുണ്ട് വേറെ നോട്ടം. നമ്മൾ എപ്പോഴും വീഡിയോയിൽ മാത്രമല്ലേ ഈ പാത്തൂനി ഷുക്കൂറിനെയും നമ്മൾ കാണാറുള്ളൂ. അപ്പൊ എനിക്കൊരു ആഗ്രഹം നേരിട്ട് ഒരു ഡയലോഗ് ഇവർ ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ നമ്മൾ ഒരു വീഡിയോ ഇവരെ കൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഏത് വീഡിയോ ചെയ്യുന്നേ? മറ്റൂരിന്റെ വീടിനാക്കാം. ഓക്കെ. പണ്ടാറക്കാലിനെ കെട്ടിയത് കുടുംബശ്രീ എട്ടങ്ങാറായിക്കണ്. അല്ല ശുക്രാക്ക നിങ്ങൾ അങ്ങോട്ടാ പോണേ? ഞാനും ഫ്രണ്ട്സാ കൂടി മാസനെ കൂടി പോയി ഊട്ടി വെക്കണത് കൊണ്ട് വരാം. നിങ്ങൾ ഊട്ടിക്കല്ലേ, നിങ്ങൾ മൈസറിക്ക് പോകുമോ? പിന്നെ മറ്റേ കാറ് കയറുന്നേ അത് ഇത് അൽട്ടോക്കാണ്, കൊമ്പം ബസ് അല്ലേ എല്ലാരും കൂടിയിട്ടല്ലോ ടൂറെന്ന് പറയുമ്പോ എല്ലാരും കൂടി കെട്ടിയൊരുക്കി വരുന്നോളൂ. ആ പറഞ്ഞോ. ഓക്കെ, പാത്ത് വണ്ടി കയറി. ടൂർ എന്ന് പറയുമ്പോ വയസ്സെ വല്യമാനെ വരെ വലിച്ചെത്തിക്കാൻ കാലാണ് കയറ്റും. ഇത് അൾട്ടോക്കാരാണ്, അല്ല കൊമ്പം ബസ് അല്ല. പോവാ കയറി കൂടാണ്ട്. മക്കളെ ടൂർ ക്യാൻസൽ ചെയ്തോളി, വല്യപ്പ വീണിക്കണ്. പാത്തുവോ ടൂർ വേണ്ടെന്നല്ലേ വല്യപ്പ വീണാലടി. അല്ലാ ഇറങ്ങിക്കോളി, എല്ലാരും ഇറങ്ങിക്കോളി. ടൂർ ക്യാൻസലേക്ക എല്ലാരും ഇറങ്ങിക്കോളി. എന്നാ ഇറങ്ങ. ഞാൻ ഇറങ്ങണില്ല, നിങ്ങൾ അങ്ങോട്ട് പോണേ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. വല്യപ്പ നിലയിടാൻ പറ്റ പാടെ എനിക്ക് അറിയുള്ളൂ. വണ്ടി ഇടിക്കാൻ മതി. നിങ്ങൾ വന്ന് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ മയ്യത്ത് ഞാൻ എടുക്കോ. സൂപ്പർ സൂപ്പർ. ഇനി ഇങ്ങനെ ആയി പോവോന്ന് എനിക്കൊരു സംശയം. സാധാരണ പിന്നെ കാണുന്ന ആൾക്ക് ചോദിക്കും തല കാണിച്ചാലും തല കാണിച്ചു. ഫുൾ ടീം ചോദിക്കുന്ന ചോദ്യം തല പൊട്ടിയത്. എന്റെ വല്യമ്മ തേങ്ങ വീടുന്ന അല്ലേ? അത് ശരിക്കും ഇതായിട്ടോ കാര്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ വർക്കൗട്ട് ആക്കാറുണ്ടോ? ഇല്ല, നമ്മള് കാണുമ്പോഴൊക്കെ ഇടക്കിടക്ക് നടക്കുക എടുത്ത് പൊട്ടിക്കും. ഞാന് ഫസ്റ്റ് നിങ്ങളടുത്ത് കാണുമ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, ഈ മലബാറി ഗോഡ്സ് അതല്ലേ നിങ്ങളുടെ പേര്? ശരിക്കും പാത്തുമ്മയുടെ ആട് അങ്ങനെയൊക്കെയാണോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു? അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും. പാത്തുമ്മന്റെ ആടാണ് ഈ പാത്തുമ്മന്റെ ആട് കഥ തന്നെയാണല്ലോ പാത്തുമ്മാനെ കൂടുതൽ കാണിക്കുന്നത്. പാത്തുമ്മാന്റെ കഥ കഴിച്ച് ആ കഥ മൊത്തത്തിൽ യോജിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള സംഭവം ചെയ്യാണ്ടിട്ടാണ് ഞങ്ങൾ ടീമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഈ 4 പേരുണ്ട്. ആ ആളുകൾ ചർച്ച ചെയ്തിട്ട് ഇട്ടൊരു പേരാണ് അങ്ങനെ. ഓക്കെ. ഞാൻ അധികം ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ എടുക്കുമ്പോൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവരുടെ യൂട്യൂബിൽ പേര് തന്നെ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവുക. പക്ഷെ നിങ്ങളതിൽ മാത്രമാണ് ആ ഒരു വ്യത്യാസം ഞാൻ കണ്ടത്. കാരണം യൂട്യൂബിൽ ഒരു പേര്, ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു പേര്. അതെന്താ രണ്ട് പേരിടാൻ കാര്യം? അങ്ങനല്ല, ഒന്നാമത് വി മീഡിയ വേങ്ങര മീഡിയ, വേങ്ങര പ്രാദേശികമായിട്ടുള്ള ഒരു സംഭവം വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരു കലാകാരന്മാരായിരുന്നു. വേങ്ങരത്തെ ഒരു കലാകാരന്മാരി അറിയപ്പെടുക എന്നുള്ള ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ വി മീഡിയ ആണ് ഉദ്ദേശിക്കുന്നത്, വേങ്ങര മീഡിയ. പക്ഷെ ഇപ്പോ ആളുകൾ ഒരുപാടായി, വേങ്ങര മാത്രമല്ല മൊത്തത്തിൽ നമ്മള് ആളുകൾക്ക് പരിചയമായി തുടങ്ങിയില്ല. അപ്പം ഇപ്പൊ ആ പേര് മാറ്റം വരുത്തിയതുള്ളൂ, അങ്ങനെ വരുന്നുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. ഓക്കെ, 4 പെങ്ങന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും പ്രിയപ്പെട്ട പെങ്ങളാരാ? അതില്ല, അത് 4ഉം തല്ലാവല്ലേ വീട്ടിലേക്ക്? അത് 4 പേര് അങ്ങനല്ല, തല്ലിന് പ്രശ്നമുണ്ടല്ല. 4 പേരും കോരും. അത് അങ്ങനെയാണ് എല്ലാവരും എന്നോട്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, എല്ലാം കൊണ്ടും സെറ്റാണ്. ശരിക്കും ഈ പെങ്ങളിൽ നമ്മുടെ പാത്തുവിന്റെ ഒരു 4 ഗുഡ് ക്വാളിറ്റി പറയാൻ പറഞ്ഞ എന്ത് പറയും? 5 ഗുഡ് ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റിയാണ് അതൊക്കെ നല്ലത്. പാത്തുന്ന് വെച്ചാല് ഒന്നാമത് ഇതുവരെയൊക്കെ ഇപ്പൊ ഈ വർക്കിനെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒന്നാമത് ഞാൻ അപ്പൊ ഏറ്റവും ആരാധകരും ഏറ്റവും ഉയർന്ന ആളുകൾക്ക് അറിയുന്നത് അവരാണ്. പക്ഷെ ആ ഒരു ഇത് ആക്കുന്നില്ല, അഹങ്കാരമില്ല. പിന്നെ ഫുഡ് നമ്മൾ എന്ത് പറയുന്നു അത് ഉണ്ടാക്കി തരും. അത് ഉണ്ടാക്കി തരും. നല്ല പാചകക്കാരിയാണ്. ഫുഡ് അല്ല, പിന്നെ ഒരു ചാനലുണ്ട്
ചക്കക്കുരു പായസത്തിന്റെ ഒരു കഥ ഉണ്ട്. വീട്ടിൽ അല്ല, പോട്ടാ. അല്ലല്ല അതെന്താ? മുമ്പ് യൂട്യൂബ് ഉണ്ടായിരുന്നോ? എന്ത് പറയുന്നത് അങ്ങനെ യൂട്യൂബ് ഇറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ കൊന്നിട്ടെ. കൊറോണ സമയത്ത് എങ്ങനെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ കാണുന്നതല്ലോ. അതെ, അപ്പൊ ആ നിർബന്ധമായിരുന്നു സമയത്ത് അത്. ഈ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കുന്ന പായസം, ജ്യൂസ്, പിന്നെ എന്തൊക്കെ പരീക്ഷിക്കും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പരമാവധി ശുദ്ധ മലയാളം ഉണ്ടല്ലോ. ഓ, ശുദ്ധ മലയാളം. അത് സൂന്നരുള്ളൂ എന്നാലും കുറച്ച് വെള്ളം അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധനം. ആവശ്യമായ സാധനം ആവശ്യമായ ചേരുവ. അരക്കുക. ഇത് അതിക്ക് ആവശ്യമായ സാധനം ചക്കക്കുരു. ചക്കര അങ്ങനല്ല നാല് ഏലക്കായ. അതോടെ ഇങ്ങനെ കഴിഞ്ഞു ഇവിടെ ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുമോ? അതിന്റെ ഇതില് അതായത് ശുദ്ധ മലയാളത്തിൽ കാത്തു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ? അങ്ങൊന്നുമേ ഇല്ല. ആകെ ഞാൻ ആദ്യമായിട്ട് അവസാനം ഉണ്ടാക്കിയത് ആ വീട്. അതോടുകൂടി മടുത്തുകണ്. ഇപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് ഈ പാത്തുവിന്റെ ശുദ്ധ മലയാളം കേൾക്കാൻ ഭയങ്കര ഭൂതി. അതെ, ശുദ്ധ മലയാളം. ശുദ്ധ മലയാളം നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയാണ് ചക്കക്കുരു? ഓക്കെ, ആ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേ. ഹൗ ടു മേക്ക് ചക്കക്കുരു പായസാണോ? എന്താ ചക്കക്കുരു ഫസ്റ്റ് മുതൽ എങ്ങനെയാ ചെയ്തേ? നല്ല ശുദ്ധ മലയാളം കേൾക്കട്ടെ. ചക്കക്കുരു പായസം ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ: ചക്കക്കുരു, പിന്നെ നല്ല കട്ടപ്പാല്, 2 ഏലക്ക, ആവശ്യത്തിന് പഞ്ചസാര, ഇവയെല്ലാം ചെയ്ത് മിക്സിയിലിട്ട് ഇങ്ങനെ അരക്കുക. അങ്ങനത്തെ ഞാൻ നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾ തളർത്തിയിട്ട് പുള്ളീനെ ഈ 5 വർഷമായിട്ട് ആ കാര്യത്തിൽ മാത്രം അവർക്ക് അല്ല, എന്താ ചാനലിന്റെ പേര്? അല്ലറ ചില്ലറ ഭയങ്കര വൈബിനത് തളർത്തി കളഞ്ഞല്ലോ നിങ്ങളെ, അല്ലെങ്കിൽ ആരായനെ അല്ലേ? ശരിക്കും ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ റോൾ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള റോളാണ്. 4 പെങ്ങന്മാര്, പൂവാല ശല്യം അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്? പൂവാലന്മാർ ഏതായാലും പൂവാലന്മാർ പെങ്ങളെക്കൊണ്ടുള്ള ശല്യം പെങ്ങന്മാരായിരുന്നു. അത് ഉണ്ടാവില്ല. നിങ്ങളുടെ അങ്ങനെ നമുക്ക് അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ല നമ്മളത് വീട്ടിൽ പിന്നെ അവളെ സാഹചര്യം മോശം തേച്ചിട്ട് പോയി. അത് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. എല്ലാവർക്കും അങ്ങനെയുണ്ടോ? ഉണ്ട്. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്കാണത് തേക്കാനുള്ള മനസ്സ്. അത് എങ്ങനെയാണ് നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ ആരാ ആ തേച്ച ആൾ? ആരായി? അതിനെന്താ തേച്ചാൽ എന്താ? ഓനക്ക് നല്ല സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? അതാ നാത്തൂന്റെ ഇടയ്ക്ക് പൊള്ളിയായിട്ടോ നാത്തൂൻ കേൾക്കുന്നുണ്ടല്ലോ. ഏത് നാത്തൂന് ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക അല്ലേ? സത്യായിട്ട് ഓളെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇവനിങ്ങനെ ഓരോന്ന് പറയും. അവൾ പറയും ഇങ്ങനൊന്നും മിണ്ടാന്നാണ്. അതൊക്കെ കഴിഞ്ഞു. അല്ല, ഞാൻ ഒന്നാമത് അത് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ ആദ്യ പ്രണയം മനസ്സിലുണ്ടാവും. വീട്ടിൽ പോണ്ടേ? ശിവക്കാരത്തൊരു കാര്യങ്ങളില്ല. ഇപ്പൊ വലിയ വൈറലായി, ഇന്നിപ്പോ വലിയ സെലിബ്രിറ്റി ആണ്. എപ്പോഴെങ്കിലും ആ പ്രണയിനി പിന്നെ മെസ്സേജ് ചെയ്യേ അല്ലെ അങ്ങോട്ട് മെസ്സേജ് ചെയ്യേ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മെസ്സേജ് അയച്ചിട്ടില്ല. പിന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണാൻ ഇനി ആഗ്രഹം ഉണ്ടോ? ഇങ്ങനെ ഒരു ലെവലിൽ കാണാനേ ആഗ്രഹമില്ലാതെ മറ്റേ നിങ്ങൾ അല്ല ശിവക്കരുണ്ടാണ്. ഞാൻ അന്നത്തെ ഞാൻ എഴുതി കൊടുത്ത കത്ത്, അന്ന് മൊബൈൽ കത്ത് എഴുതി കൊടുക്കുന്നത്. അല്ല, ആ ലെറ്റർ ഒക്കെ എന്റെ അടുത്ത് ഭാര്യയുടെ വലിയൊരു മനസ്സാട്ടോ. അമ്മായിന്റെ മോളല്ലേ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാ അവള് പൊളിയാ, ശിവ പൊളിയാ. എന്തായാലും എന്താ അവക്ക് പോയി അല്ലേ? അവക്ക് പോയി, അത്രേ ഉള്ളൂ. എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇത് കിട്ടി. എന്തായാലും ഹാപ്പി ആവട്ടെ ആള്. അതെ, ആള് ഹാപ്പി, നമ്മൾ ഹാപ്പിയാണ് അല്ലെ? നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഷിഫനെ കിട്ടി. ഷിഫ പൊളിയാണ് നാത്തൂൻ പറയുന്നു അല്ലേ? ഷിഫ അടിപൊളിയാ. അല്ല, നിങ്ങളുടെ കത്ത് ഇപ്പോഴും അവിടെ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പുസ്തകങ്ങളൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ ആ പെട്ടി പോയിട്ട് ആ വെച്ച റൂം പോലും വെക്കൂല, അതുവരെ പൊളിക്കൂ.
അത് ഭയങ്കര സപ്പോർട്ട്. അടിപൊളി. അറിയാം പിന്നെ ഈ വിഷയങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞ വിഷയങ്ങൾ ആയിരുന്നു. അപ്പോൾ അമ്മേൻ്റെ മുകളിലെ കാര്യങ്ങൾ ഞാൻ അവളും ചെറുപ്പം തൊട്ട് ഭയങ്കര ഫ്രണ്ട്. അത് ലവ് മാരേജ് തന്നെയല്ലേ? അത് ലവ് മാരേജ് അല്ല. ലവ് മാരേജ് അല്ലേ? നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഒന്ന് പറഞ്ഞിടൂലേ പഴയ സിസ്റ്റം അത് പറഞ്ഞു വെച്ചിരുന്നു. പിന്നെ എനിക്ക് ടെൻഷൻ മൂഡോഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ വീട്ടിൽ അവൾക്ക് കല്യാണം വന്ന സമയത്ത് ഇവരെല്ലാം മറുകണ്ട് പിടിച്ച് കെട്ടിച്ച് ചെയ്തു. ഞാൻ നേരത്തെ കല്യാണം ചെയ്തു. എത്ര വയസ്സില്? 18 വയസ്സ് കഴിഞ്ഞ നിക്കായി. 18 വയസ്സിൽ ഞാൻ അതാണ് എന്റെ അവസ്ഥ. സത്യം 18 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ആൺകുട്ടി 18 വയസ്സിൽ നിക്കായി പറയുന്നത്. ഓ ബുദ്ധിയില്ലാത്ത പ്രായം. ഇപ്പഴും ബുദ്ധി കുറവാണ്, എന്നാലും അന്ന് തീരല്ല. അത് വിടി. പക്ഷേ വേറെന്തെങ്കിലും പറയുന്നത് അതല്ല. പക്ഷെ എനിക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല. അതാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചത്. കുഞ്ഞുണ്ടോ? 2 മക്കളുണ്ട്. ഇപ്പൊ ശരിക്കും എത്ര വയസ്സായി? എനിക്ക് 33 വയസ്സ്. പ്രായം ഉണ്ടപ്പോ? അപ്പൊ എത്ര 10-13 വർഷമായി കല്യാണം. നമ്മളിനി അടുത്തത് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് സഡൻ ആയിട്ട് ഇവരുടെ ഒരു കഴിവ് തെളിയിക്കാൻ പെട്ടെന്ന് ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. അതായത് ഷുക്കൂറിന്റെ അവിഹിതം പാത്തു പൊക്കുന്നു. ബാക്കി എന്താവും എന്നുള്ളത് നമുക്ക് കാണാം. മുത്തേ ഈ എവിടെയടി? ഇന്ന് വരുമോ? ഞാൻ എത്തിക്കോളാട്ടോ. കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ എന്താ ഉസറെന്ന് അറിയോ? നിങ്ങൾ എന്നോട് മിണ്ടലുണ്ടാ? സംസാരിക്കലുണ്ടാ? സ്നേഹത്തോടെ എന്നോട് മിണ്ടലുണ്ടാ? നോക്കലുണ്ടാ? ഇങ്ങോട്ട് നോക്കി. ഞാൻ നോക്കാതെ ഞാൻ പോകടിക്കാം തരൂരാണ്. കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് ഏത് നേരത്തെ മെസ്സേജ് അയച്ചു പോകണ്ടേ? ഒരു ഉത്സവം ഉണ്ട് നിങ്ങൾക്ക്. അതിന്റെ ഫ്രണ്ടാണ്. ഏത് ഫ്രണ്ടേ? എന്താ ഫ്രണ്ടിന് പേരൊന്നുമില്ലേ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ടത് അദ്രമാനെന്ന്. ഇത് പെണ്ണാണെന്ന് ഏതാണ് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയോക്ക് മെസ്സേജ് അയക്കാന്. എടി ഒരുമ്പട്ടോളെ പഹയത്തി പണ്ടാറക്കാലത്ത് തെഞ്ഞിത്തിച്ചിങ്ങടി ഫോണിക്ക് മെസ്സേജ് അയച്ചാണ്ടല്ലോ, അന്റെ 2 കയ്യും ഞാൻ വെട്ടും. എനിക്ക് തോണ്ടാനേ ആ വിരലുണ്ടാവൂല. അന്യം കൊല്ലും അന്റെ പുതിയാപ്പള്ളി ഞാൻ കൊല്ലുടി ഒരുമ്പട്ടോളെ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഷുക്കൂറിനെയും പാത്തൂനെയും ഒക്കെ അറിയാം. പക്ഷെ ഇതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? എങ്ങനെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത് എങ്ങനെയാ? എങ്ങനെ തുടങ്ങി? സോഷ്യൽ മീഡിയയിലേക്ക് ഫസ്റ്റ് ടൈം നമുക്ക് സോഷ്യൽ മീഡിയ മുമ്പ് തന്നെ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ കയറാൻ ഉള്ളിൽ പേടിയായിരുന്നു. പക്ഷേ മറ്റൊരാൾക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കെന്നാൽ അത് പറ്റുക എന്ന സംഭവം ഉണ്ടല്ലോ. ചില ആളുകൾക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസൊക്കെ വാങ്ങിക്കൊണ്ടുപോകുമ്പോഴൊക്കെ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ധൈര്യമില്ല. ഒന്നാമത് വീട്ടിലെ ആളുകൾക്ക് നമ്മളെ ഉള്ളറിയാനുള്ള മനസ്സുമില്ല കേട്ടോ. അത് കുറേ ആളുകൾ അങ്ങനെയാണ്. കാരണം അവർ അവരുടെ തിരക്കുകളാണ്. പിന്നെ നമ്മളെ ചെറുപ്പത്തിൽ നടത്തുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കലാപരമായിട്ട് ചെയ്യണത്. ഫസ്റ്റായിട്ട് എൻ്റെ ഒരു ടീച്ചർ ലിഷ ടീച്ചർ പറഞ്ഞ ടീച്ചറുണ്ട് എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന്. ടീച്ചർ മരിച്ചുപോയി. അത് ആ ടീച്ചറിൻ്റെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഫസ്റ്റായിട്ട് ഒരു ഇംഗ്ലീഷ് ഡ്രാമ എന്നോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതലാണ് പിന്നെ സ്റ്റേജിൽ നിന്ന് ഭയം പോയത്. അതിനുശേഷം പിന്നെ എല്ലാ പരിപാടികളും നാട്ടിലെ ക്ലബ്ബ് പരിപാടികളിലും മറ്റു പരിപാടികളായാലും സജീവമായിട്ട് പങ്കെടുത്ത് അത് ശരിക്കും ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ വന്ന കേട്ടോ. പിന്നെ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് ഫസ്റ്റായിട്ട് ഈ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയാലും ആണ് നമ്മൾ ക്ലിക്കാവുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു കഴിഞ്ഞ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് വരെ ചെയ്തിരുന്നത്. 10 വരുന്ന മുമ്പ് വരെ അങ്ങനെ ചെയ്തിരുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ ആ നെഗറ്റീവ് എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് വെറുപ്പിക്കുന്നത് ചെയ്യിക്കുക, അങ്ങനെ വൈറലാവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് വീഡിയോ കാണുന്നുണ്ട് എന്നാണ് വന്നിരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത 1-2 സുഹൃത്തുക്കൾ പറഞ്ഞത് അത് ഒഴിവാക്കി, നല്ലത് പറഞ്ഞു, ആളുകൾ സ്വീകരിച്ചോളും. അത് കഴിഞ്ഞ് ഏകദേശം മാസമായപ്പോഴാണ് പാത്ത് വെച്ച് വീഡിയോ ആ സംഭവം വെച്ച് കണ്ട് ക്ലച്ച് പിടിച്ച് സെറ്റായത്. നമ്മുടെ ലൈഫിൽ ഈ ഒരു സ്റ്റേജിൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് പരിഹാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ എനിക്ക് അത് കിട്ടിച്ചുള്ളൂ. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ടോ? അത് ഒന്നാമത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആൾക്കാർ, രണ്ടാമത് എന്താ പറയുക പെങ്ങളെ ഇറക്കിയിട്ട് ഒരുപാട് പേര് ഇന്നെ ഇതാക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പൈസ ഉണ്ടാക്കുക, പെങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കുക അല്ല. അത് കമൻറ്റിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ മതപരമായിട്ട് മതപരമായിട്ട് അത് ശരിക്കും മതപരമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്യേണ്ടത് നല്ലതല്ല എന്നുള്ളത് അതൊക്കെ നമുക്ക് സപ്പോർട്ടാണ്. നമുക്ക് അതൊക്കെ അനുകൂലിക്കാൻ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ അനുസരിച്ച് പോകുന്ന ആൾക്കാരനാണ്. പക്ഷെ ഇത് പാത്തിൽ വെച്ചിട്ട് നമ്മൾ എന്താ അത് ആളുകൾക്ക് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പറയേണ്ട രീതി ഉണ്ട്. അതങ്ങനെയല്ല പറയുന്നത്. അത് വീട്ടിലെ ആളുകൾ വെച്ച് കണ്ടിട്ട് വേറെ അനാവശ്യമായിട്ട് വളരെ രീതി മോശമാക്കിയിട്ടും അവളെ മോശമാക്കിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം നമുക്ക് കാണിക്കില്ല, അവൾ നോക്കലില്ല, പിന്നെ ഞാൻ നോക്കലുണ്ട്. ചിലതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, ചിലതിനെ മറുപടി. കാരണം ഈ ആളുകളെ മതം നോക്കുന്ന ഏറ്റവും നല്ലതാണ്, മതപരമായിട്ട് ജീവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. അൽഹംദുലില്ലാഹ് അതൊരു ഹൈറായ കാര്യമാണ്.
പക്ഷേ ഇത് ഈ ആളുകൾ എന്തിനാണ് യൂട്യൂബിൽ ഇരിക്കുന്നത്? ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് മ്യൂസിക്കും കാര്യവും അന്യ സ്ത്രീകളും കണ്ട് ശേഷം നിങ്ങൾ ചെയ്യുന്നത് തെണ്ടിത്തരമാണ്, പടച്ചോനെ മറന്ന് കാട്ടിക്കൂട്ടാണ്, നാളെ ഇന്ന് മരിച്ചു പോകണ്ടേ, അതൊക്കെ ചെയ്യുക. എല്ലാവർക്കും മരിച്ചു പോകണം, ഈ പറഞ്ഞ ആളുകൾക്കും കാണണം, മരിച്ചു പോക്കണ്ടേ. ഇത് താൽക്കാലികം കുറച്ച് സമയങ്ങൾക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഫണ്ണിക്ക് അങ്ങനെ പോകുന്ന സംഭവമാണ്. മതപരമായിട്ട് നോക്കിയൊക്കെ തെറ്റമൊക്കെ അതൊക്കെ നമ്മളില്ലാന്ന് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ അനാവശ്യം നല്ലതാണോ? അനാവശ്യം പറഞ്ഞ സ്വർഗത്ത് കിടക്കുമോ? എനിക്കറിയില്ല. ഈ ആളുകളെ ആ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ അത്രയും അനാവശ്യം വിളിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ സ്വർഗത്ത് കിടക്കും തോന്നുന്നുണ്ട്. അതാണ് അവരെ മൈൻഡ്. കാരണം നമ്മൾ ചെയ്യണം അതിനായിട്ട് ബെസ്റ്റ്, നമ്മൾ അഭിനയിച്ചു പോകുന്നുള്ളൂ. അവർ അതിനായിട്ട് മോശപ്പെട്ട രീതി അവർ ഉള്ളിലെ സ്വഭാവം വെറുതെ പുറത്തേക്ക് നല്ല ഡ്രസ്സ് ഇട്ടിരുന്ന കാര്യമില്ലല്ലോ. ആ ഉള്ളിലെ സ്വഭാവം ഇടയ്ക്ക് പുറത്തേക്ക് അങ്ങനെ വരുന്നുണ്ട്. അവരാണ് ആദ്യം നന്നാവേണ്ടത്. ഈ ഫാമിലിയിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലി ഞാൻ ഒറ്റയ്ക്കായ സമയത്ത് ഫാമിലി നടക്കാൻ എനിക്ക് വളരെ മോശമായ രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ പറയാ, അവരൊക്കെ അന്ന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എന്തിനു മറ്റേ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് തന്നെ വളരെ ഞാൻ പറയാം, എനിക്ക് നേരത്തെ പറഞ്ഞ ചെറുപ്പം തൊട്ട് ആഗ്രഹം, നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം പുറത്തേക്ക് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആ നാടകവും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി തിരിഞ്ഞിങ്ങനെ പോകും. ശരിക്കും എന്ത് വർക്കായിരുന്നു മുന്നേ ചെയ്തോണ്ടിരുന്നത്? എനിക്ക് വർക്ക്ഷോപ്പാണ്, ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു ഞാൻ ചെയ്തത്. പാത്തു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ മോണ്ടിസോറി ഇല്ലേ കംപ്ലീറ്റ് ചെയ്ത് ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൈസ്. ഇപ്പൊ എന്തായാലും അല്ലേ ഇപ്പൊ അഭിനയിച്ചിട്ടുള്ള ഒരു ഇത് കിട്ടി. ഇപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ അല്ലേ, അത് നിങ്ങൾക്ക് ഇതിന്ന് കിട്ടുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ യൂട്യൂബ് ഉണ്ട്, അതേപോലെ ആഡ് വർക്ക് ആയിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് റവന്യൂ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായി കിട്ടുന്നുണ്ടോ? അത് എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല വരുമാനം, നല്ല കാശൊക്കെ ഭയങ്കര ആളായി പോയി. ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, കാശ് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആ സാധനം നമ്മൾ പോലത്തെ ആളുകൾക്ക് അറിയാം എത്ര കിട്ടുന്നത്, എത്രത്തോളം ഉണ്ടാവുന്നത്. പക്ഷെ ആളുകളെ മൈത്തില് നല്ല വാരിക്കുട്ടി ചാക്കി നടക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയൊരു എമൗണ്ട് എന്താ അപ്പൊ യൂട്യൂബിൽ മാക്സിമം കിട്ടിയ വലിയൊരു എമൗണ്ട്? വലിയ എമൗണ്ട് ആകെ 28,000 ആ ലെവലിൽ എത്തിയിട്ടുള്ളൂ. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ വീട്ടിലാക്കാറുണ്ട്, കുറഞ്ഞ എമൗണ്ട് കിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് പ്രൊമോഷൻസ് അല്ലേ? എങ്ങനെയാ നിങ്ങള് തുല്യ ഷെയറാണോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഞാൻ ഏറ്റവും റിസ്ക് ഞാൻ രണ്ടാമത് റിസ്ക് ഉണ്ടല്ലോ അഭിനയിക്കുന്നത്, പിന്നെ എഡിറ്റിംഗും ടീമും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെ. അല്ല ഇപ്പൊ ശരിക്കും ഇത് തന്നെയല്ലേ വർക്ക്? ഇതിന് പുറമെ എനിക്കൊരു ഗ്യാരേജ് ഉണ്ട്, ബൈക്കിന്റെ ഗ്യാരേജ് ഉണ്ട്. ഞാൻ ഗൾഫിൽ ഞാനല്ല, നമുക്ക് ഉപ്പാക്ക് സ്പെയർ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അതും ബിസിനസ്സിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര നല്ല ചിരിച്ചിരിക്കാൻ പറ്റി. ഞാൻ കരുതി ആള് ഭയങ്കരമായിട്ട് മിണ്ടാതിരിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല ചില്ലായിരുന്നു, നല്ല പാത്തുമായിരുന്നു, നല്ല ശുക്കൂറായിരുന്നു. അപ്പൊ എന്താ പറയുക, ഇനിയും ഒരുപാട് സിനിമകളിൽ നമ്മുടെ ശുക്കൂർക്കനെ കാണാൻ ഒരു ഭാഗ്യം വരട്ടെ. കൂടെ നമ്മുടെ പാത്തുവിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.